പേരൻസിന്റെ അടുത്ത് ഇത് പറയുമ്പോൾ ഒരു വർക്കാക്കി എടുക്കണ്ട നമുക്ക്. ആക്ച്വലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പറയാത്ത ആൾക്കാരാണ്. നീ എന്ത് ചെയ്യുന്നു എനിക്കറിയാം, മേ ബി ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം, എന്ത് ചെയ്യുന്നു നന്നായിട്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പേരൻസ്. അപ്പം ഫിലിമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നല്ലത് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിലും വില്ലെന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇന്ന് കണ്ടിറങ്ങിയപ്പോഴും ആ ഒരു ടെൻഷൻ ഞാൻ ആ മുഖത്ത് കണ്ടു. അവൾ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി പറഞ്ഞിട്ടാണ് ഞാനും അവരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികം സംസാരിച്ചില്ല, മുഖത്ത് കണ്ടു. അതോടെ ഞാൻ ചോദിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ആ ഇമോഷനിൽ ഒന്ന് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവർക്ക് സന്തോഷമായെന്ന് തോന്നുന്നു. ആൻഡ് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും അതും ഇത്രയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പോസിറ്റീവ് ക്യാരക്ടർ പോലെയല്ല. ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഒരു ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡെപ്ത് കൊടുക്കാൻ പറ്റും ആ ക്യാരക്ടറിന്. മോഹൻലാൽ നമ്മളും ചെറിയ അത് ഗംഭീരാണ്. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കും. ഈ സാധനം അങ്ങനെയാണല്ലോ തുടങ്ങിയത് അല്ലേ? അങ്ങനെയാണല്ലോ. വലിയ വലിയ ആൾക്കാരൊക്കെ അവര് വന്ന ട്രാക്കിൽ നിന്ന് വരാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് തന്നെ പേരൻസിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നതല്ലേ. പക്ഷെ 2-3 സീനുകൾ എൻ്റെ മനസ്സിലുള്ളത് കഥയിൽ അല്ലാതെ തന്നെ ഞാൻ ചോദിച്ചു നോക്കാം. ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് മരിക്കോ ഇല്ലോ എന്നുള്ളത് തിയേറ്ററിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ കണ്ട് അവിടെ വന്നിട്ട് ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലടാന്ന് ചോദിച്ചൊരു ഡയലോഗുണ്ട്. അത് ആ സമയത്ത് എന്താണ് തോന്നി? ആ സമയത്ത് ഒരു ഫീൽ കിട്ടണമല്ലോ നമുക്ക്. I'm so glad you asked about this particular scene because അന്ന് രാവിലെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ഫുൾ റിഹേഴ്സൽ അല്ല, ഷോട്ട് തന്നെയായിരുന്നു. മൊത്തത്തിൽ വൈഡ് വെച്ച് ഞങ്ങൾ എടുത്തായിരുന്നു. ആൻഡ് ശരിക്കും നമ്മളിപ്പോൾ ഒരു തിയേറ്റർ റിഹേഴ്സൽ അല്ലെങ്കിൽ തിയേറ്റർ സ്പേസിൽ പോയിരുന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കാണുന്ന പോലെ തന്നെ we were able to perform it. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും it was so good that ഞങ്ങളുടെ ഇത് ചെയ്യാൻ പറയും വന്നു. ആൻഡ് I think we kicked ass. And ആ ഒരു ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് പെട്ടെന്നായിരുന്നു അത് വർക്ക് ആയ. ലൈക്ക് it was magical actually. ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് സെറ്റ് ആയിരുന്നു എല്ലാവരും. ഈ ഒരു ഏകദേശം 2-3 ആഴ്ചയൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു സീൻ ചെയ്യുന്നത്. ആൻഡ് കട്ട് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ര എന്തോ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പക്ഷെ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായ നല്ലൊരു ഷോട്ട് ആയിരുന്നു. എല്ലാരും ഞങ്ങൾ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിന്തിച്ചു അത് കൊള്ളായിരുന്നല്ലേ. ഫോർ എക്സാമ്പിൾ അതില് ഇദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം വന്നിട്ട് മറ്റേ കഴുത്തിന് പിടിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അത് ആ മൊമെന്റിൽ സംഭവിക്കുമ്പോ കയറി പിടിച്ചപ്പോ അത് ശരിക്കും വർക്കായി. കാരണം ആ റിയാക്ഷൻ ഒറിജിനലാണ്. പക്ഷേ കാരണം നമുക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് വൈ നേരത്തെ പറഞ്ഞ ആ ഒരു ടീം വർക്കിന്റെ സാധനം ഉണ്ടല്ലോ, അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ. അപ്പൊ ഈ ബിറ്റ്വീൻ അസ് ആൻഡ് ഓൾസോ വിത്ത് ചാക്കോച്ചൻ അത്രയും ട്രസ്റ്റ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറെ കയ്യിലിടാൻ പറ്റും, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അല്ല, അങ്ങനെ കയ്യിലിടാൻ പറ്റിയ ഡയറക്ടറെ കിട്ടിയതും ഭാഗ്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പുതിയ ആളുകൾ മാറ്റി നിർത്തും. അല്ല, അനുഭവങ്ങൾ ഉള്ളവരെ ഒത്തിരി പേരുണ്ട് ഇവിടെ, ഒന്നും പറയാൻ പറ്റും. പക്ഷെ ആ സ്വാതന്ത്ര്യം ഇവിടെ കിട്ടിയപ്പോഴാണ് ആ സിനിമ ഒന്നും കൂടെ ഭംഗിയായത്. ഉറപ്പായിട്ടും ജിത്വേട്ടൻ ഇതില് പുള്ളിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. പുള്ളിയുടെ ഒരു പടം ഉണ്ട് മനസ്സിൽ. പക്ഷെ അതിനുള്ളിൽ കിടന്ന് നമുക്ക് കളിക്കാനുള്ള ഒരു സ്പേസും പുള്ളി ഉണ്ടാക്കി തരും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഫ്രീയിങ് ഡയറക്ടറാണ്, എന്നാൽ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഇംപ്രൂവൈസേഷൻ ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല എല്ലാവരുടെയും ഡിഫറെന്റ് സ്റ്റൈൽസും ആണല്ലോ ഡയറക്ട് ചെയ്യാൻ. ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഓൾറെഡി സ്ക്രിപ്റ്റ് പ്രോപ്പർ ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളില് മൈക്രോ ആയിട്ട് നോക്കിയാൽ ഒരു സീൻ അവിടെ നിന്നാണ് നമ്മൾ ബേസിക്കലി ഡിവൈസ് ചെയ്തുണ്ടാക്കി ഒരു പെർഫോം ചെയ്താൽ അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇത് വേണ്ട, നമുക്ക് ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു പല സീൻസ് നടന്നത്. നമ്മുടെ അറ്റ്ലീസ്റ്റ് ഒരുമിച്ചുള്ള സീൻസ് ഒക്കെ അതുപോലെയാണ് നടന്നത്. സോ അതൊരു അല്ല, നിങ്ങൾക്ക് കുറേ ദിവസം ഷൂട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? കുറേ ദിവസം നിങ്ങൾക്ക് ഷൂട്ടുകൾ ഉണ്ടോ? ഇപ്പൊ ചാക്കോച്ചൻ ഫുള്ള് വരും, നിങ്ങളുടെ ഷൂട്ടുകൾ ഹെവിയാണ്.
ഹെവി ഷൂട്ടായിരുന്നു എന്ന് എനിക്ക് അതെ. തോന്നുന്നു. അവിടെ എങ്ങനെ എൻജോയ് ചെയ്തു? നമുക്ക് അത് കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴും നമ്മളെ ക്യാരക്ടറിൽ നിന്നൊക്കെ മറങ്ങി വലിയ പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു സങ്കടം വരും, ഒരു കുറ്റബോധം വരും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല അതിൽ നിന്ന് നേരത്തെ വിഷ്ണു പറഞ്ഞ പോയിന്റ് ആണ്, ഐ മീൻ വൺ തിങ് ദാറ്റ് ഹോൾഡ്സ് us together അത് ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പ് സ്ക്രീനിൽ കാണുന്ന സാധനം റിയൽ ലൈഫിലോട്ടും ട്രാൻസ്ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് കട്ട് വിളിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പോയി സ്റ്റിൽ ഫ്രണ്ട്സ്. ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചാണ്, അത് കഴിഞ്ഞിട്ട് വാക്കിനൊക്കെ പോയി പതുക്കെ വന്ന് കിടന്ന് രാവിലെ 4 മണിക്ക് പിന്നെ എണീക്കാനൊക്കെ എല്ലാവരും എക്സൈറ്റഡ് ആൻഡ് റെഡിയാണ്. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന ഒരു ഫീലാണല്ലോ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ. അത് എനിക്ക് തോന്നുന്നു വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല കുറെ കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരേ എക്സ്പീരിയൻസ് ഒരേ ഇത് ഷെയർ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫുൾ ഒരു തരത്തിലുള്ള ബോറടി ഇല്ലാണ്ട് ഫുൾ ടൈം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല ആ ഒരു കാര്യത്തിൽ. ബിക്കോസ് വി ഓൾ നോ ഈച്ച് അതർ. ഞങ്ങൾക്ക് എല്ലാവരും ഓരോ മനുഷ്യനും എങ്ങനെയാണ്, ഇപ്പം ക്യാരക്ടർ ആണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഇയാൾ എങ്ങനെയാണ്, ഇയാളെ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയാം. സോ അതിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് തന്നെയായിരിക്കും അപ്പോൾ സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ളത്. ഈ സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു? തീർച്ചയായും. എത്ര വർഷത്തെ ആഗ്രഹമാണ്? ആക്ച്വലി ഒരു കാലം വരെ എനിക്ക് വേണ്ടാതിരുന്നൊരു സാധനമാണ്. ഞാനൊരു ഓഡീഷന് പോകുന്നത് ഞാൻ 4th പഠിക്കുമ്പോഴാണ്. എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഓഡീഷന് പോകുന്നത്. അന്ന് എനിക്ക് അവരൊരു ആഡിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് സ്പോർട്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക്, ആർമി ഏരിയയിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ട് ആർമിയില്? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ആർമിയിലേക്ക്? ഇല്ല, ഉണ്ട്. എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാക്കിലേക്ക് പോകാനായിരുന്നു എനിക്കിഷ്ടം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്യാൻ അവസരം കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതിലൊന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് തോന്നിയത്. കാരണം ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് അഭിനയം ചെയ്യുമ്പോൾ ഫീൽസ് ലൈക്ക് സംതിങ് ഐ ക്യാൻ ഡു. നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്യുന്നൊരു ഫീലാണ് ഈ ഒരു കല ചെയ്യുമ്പോൾ. നമുക്ക് എൻ്റെ ക്രാഫ്റ്റാണ്, വേറെ എന്ത് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഇത്രയും ഫ്രീഡം തോന്നിയിട്ടുള്ള വേറൊരു ക്രാഫ്റ്റ് ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ എനിക്ക് ഡോക്ടറാണോ അല്ലെങ്കിൽ എനിക്ക് ടീച്ചറാവണം എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഉപരി ഞാൻ എന്താണോ അതാവാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അത് ഒരുമാതിരിയൊക്കെ വന്ന് ഓക്കെ ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ആക്ടിങ് ഒരു പാഷൻ തന്നെയാണ്. ഇപ്പോഴും ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഇനി സിനിമകൾ വരും കേട്ടോ. സിനിമകൾ തേടി വരും. നിങ്ങൾ എഴുതി വെച്ചോ ഈ പറയുന്നത്. നമുക്കൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടു. നമ്മൾക്ക് എത്ര വർഷമായി സിനിമകൾ തേടി വരുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഈ സിനിമ കണ്ടിറങ്ങിയവരെല്ലാവരും അത് പറയുന്നുണ്ട്. ചാക്കോച്ചനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ പെർഫോമൻസ് ചെയ്തവരാണ് നിങ്ങൾ. ഓരോ ആളുകളും ആ രീതിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ വില്ലത്തി എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ 2 വില്ലത്തിമാരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ആണ് അല്ലേ? നമ്മുടെ എക്സ്പീരിയൻസ് ഫസ്റ്റ് അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.